ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞാറ്റാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, അതായത് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 മുട്ടയും കൊണ്ട് വളരെ ഈസിയായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഉപ്പും വെള്ളവും ഒഴിച്ച് സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ ആദ്യമേ ഇത് കുഴച്ചെടുക്കണം. നമ്മൾ തലേന്ന് രാത്രി തന്നെ എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഇതിപ്പോൾ ഞാൻ ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തിരിക്കുകയാണ്. ഇതേമാതിരി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത മാവ് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് വയ്ക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ എടുക്കാം. ഇതിനകത്തിൽ 2 സവാളയും 2 പച്ചമുളകുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തിൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റോ ഉരുളക്കിഴങ്ങോ ഒക്കെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണമായിട്ട് വഴറ്റി എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റി ചേർക്കാം. ഒന്ന് വേവിച്ചിട്ട് ഇതിനകത്തിൽ ചേർക്കാം. അങ്ങനെയൊക്കെ ചേർക്കാം. ഇപ്പം ഞാൻ ഇത് മാത്രമാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ മുട്ട അടിച്ചൊഴിക്കുകയാണ്. മുട്ട ഒഴിച്ച് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഒരല്പം ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അല്പം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പം നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല 4 മണി പലഹാരമായിട്ടും നമുക്കിത് ഉണ്ടാക്കാം. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വിശന്ന് വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ വയറ് നിറയുകയും ചെയ്യും, അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിനുശേഷം നമ്മളിതെല്ലാം കൂടി ഒന്നിച്ച് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതേ പരുവത്തിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കുന്നത്. പക്ഷേങ്കിൽ ഇത് നമുക്ക് പച്ചയ്ക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാം. പക്ഷേങ്കിൽ അതിന് ഒരു പച്ചമണം ചെറുതായിട്ട് നമുക്ക് വരും. അതുകൊണ്ട് എണ്ണ ഒഴിച്ച് നമുക്ക് സാധാരണ മുട്ടയൊക്കെ ചിക്കി എടുക്കുമല്ലോ, പൊരിക്കുകയല്ല, നമ്മളത് ജസ്റ്റ് ഇതിലോട്ട് ഒഴിച്ച് ഇത് ഇച്ചിരി ലൂസായതുകൊണ്ട് അല്പം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അല്പം ഒരു എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ചിക്കി എടുക്കുക എന്ന് പറയും. നമ്മൾ മുട്ടത്തോരനൊക്കെ വെക്കുന്ന പോലെ ഈ ചെറുതായിട്ടൊന്ന്, ഒത്തിരി അങ്ങ് ഡ്രൈ ആകണ്ട, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഒന്ന് ഡ്രൈ ആയി വരണം. അങ്ങനെ ആ ഒരു പരുവത്തിൽ ആയി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ മാവ് 2 ബോളാക്കി എടുക്കുകയാണ്. 2ആയിട്ട് ഞാനിങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്. ഇത് നമ്മൾ ഓരോ ബൗളും ഇതുപോലെ ചപ്പാത്തി പരത്തുന്ന ഇതേ വെച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കണം. അത് ഒത്തിരി അങ്ങ് നൈസായി പോകണ്ട. ചെറിയൊരു കട്ടിയിൽ നമ്മൾ ആ വലുപ്പത്തിൽ ഇതങ്ങ് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 2 എണ്ണവും ഒരുപോലെ നമ്മൾ പരത്തിയെടുക്കണം. അപ്പോൾ ഒന്ന് പരത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിനി അടുത്തത് അതുപോലെ തന്നെ പരത്തിയെടുക്കുകയാണ്. നന്നായിട്ട് ഇത് പരത്തിയെടുക്കണം. ഒത്തിരി അങ്ങ് നൈസായിട്ട് പരത്തണ്ട, അല്പം ചെറിയ ഒരു കനത്തിൽ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ചെറിയൊരു റൗണ്ടിലുള്ള ഒരു പാത്രം വെച്ചിട്ട് ഈ പരത്തി വെച്ചേക്കുന്നതിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കും. അപ്പോൾ റൗണ്ടിലിങ്ങനെ 4 റൗണ്ട് ഞാൻ ഇതിനകത്തിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. 4 റൗണ്ട് ഇങ്ങനെ പാത്രം വെച്ച്
ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ അമർത്തി കൊടുത്ത ശേഷം നമ്മൾ ഈ കൊണ്ടുവന്ന് വച്ചിരിക്കുന്ന ഈ ഫില്ല് ചെയ്യാനായിട്ടെടുത്ത ഈ കൂട്ട് ഓരോ റൗണ്ടിലും നമ്മളിത് വെച്ച് കൊടുക്കും. ഇതേപോലെ ഓരോ റൗണ്ടിലും നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. 4 റൗണ്ടുണ്ട്. 4 റൗണ്ടിലും നമ്മളത് വെച്ച് കൊടുക്കുകയാണേ. ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ പരത്തി വെച്ചേക്കുന്ന മറ്റേ മാവ് അത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം കറക്റ്റായിട്ട് നമ്മളിത് വെച്ച് കൊടുക്കണേ. എന്നിട്ട് ആ ഓരോ റൗണ്ടിൻ്റെയും മുകളിലോട്ട് ഈ പാത്രം വെച്ച് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഓരോ റൗണ്ടും നന്നായിട്ട് പ്രസ് ചെയ്ത് എടുക്കണം. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ പാന് അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ പരത്തി വെച്ച മാവ് ആ റൗണ്ട് ഷേപ്പിൽ നമ്മൾ ആ പാത്രം വെച്ചിട്ട് പ്രസ് ചെയ്ത് നമ്മൾ ഇതേ ഷേപ്പിലാണ് മുറിച്ചെടുത്തത്. ഈ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ്. പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞ് വരും. അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതിട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഈ എണ്ണയ്ക്കകത്തിൽ ഇത് കിടന്ന് ഒന്ന് ഫ്രൈ ആകുകയാണ്. ഇനി നമ്മളിത് തിരിച്ചിടണം. തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു മൊരിഞ്ഞ ഒരു പരുവം ആകുമ്പം തിരിച്ച് മറിച്ച് വിട്ട് ആ ഒരു മൊരിഞ്ഞ പരുവത്തിൽ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, അല്പം ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അത് തിരിച്ചിട്ടിട്ട് ആ വശം മൊരിഞ്ഞ് കഴിയുമ്പം ഒന്നുകൂടി ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ച് എടുക്കണം. ഇപ്പോൾ ഇത് 2 വശവും ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മൊരിച്ചെടുക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി വെന്തതാണ്. അതുകൊണ്ട് ഒത്തിരി നേരം നമ്മളിത് വേവിക്കാനായിട്ട് ഇടേണ്ട കാര്യമില്ല. കാരണം ഇതിങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ നമ്മൾ എടുത്താൽ മതി. ഒത്തിരി എണ്ണ നമ്മൾ ഒഴിച്ചെടുക്കണ്ട. ഇതുപോലെ ഒന്ന് മൊരിച്ച് എടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണിത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം ഇതിനകത്ത് മുട്ടയാണല്ലോ ഫില്ല് ചെയ്തിരിക്കുന്നത്, മുട്ടയാണ്. അപ്പം അതിൻ്റെ ആ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ ഏകദേശം എല്ലാം റെഡിയായി. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് തണുക്കാനായിട്ട് വെച്ചു. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. നല്ല പുറമേ നമ്മൾ നോക്കുമ്പോൾ ഇത് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാൽ ഇത് നമ്മൾ മുറിക്കുമ്പോൾ ചൂടാണ്. ഇത് മുറിക്കാനായിട്ട് ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ നല്ല ചൂടുണ്ട്. ഒന്ന് തണുക്കട്ടെ. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, ഇത് മുറിച്ച് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. ഇതിനകത്ത് മുട്ടയും സവാളയൊക്കെ പിന്നെ ഫില്ല് ചെയ്തേക്കുന്നത് കൊണ്ട് ഈ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പം വേറെ ഒരു കൂട്ടാനും നമുക്കിതിന് വേണ്ട, കറിയും ഒന്നും വേണ്ട. നമുക്കിത് വെറുതെ ഇത് 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് 2 എണ്ണം പെട്ടെന്ന് ഈസിയായിട്ട് കഴിക്കുക. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ സ്കൂളിൽ വിട്ടിട്ട് വൈകിട്ട് വരുന്ന സമയത്താണെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അവരൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ ഇത് പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടെയൊക്കെ വെജിറ്റബിൾസൊക്കെ ചേർക്കണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ആ നിലയിലും വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ
എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.